ഇന്ന് ചിക്കൻ കുറുമ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഇത് 1/2 കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത് ഓപ്ഷണലാണ്. ഈ കളറും മഞ്ഞ കളർ തന്നെ മതിയെന്നുള്ളവർക്ക് മുളക് പൊടി ഇടണ്ട. പിന്നെ അത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂർ വെച്ചേക്കാം. ഇനി ഒരു പാൻ ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്കൊരു 10 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ പീസ് ഇഞ്ചി, പിന്നെ കറിവേപ്പില, 3 പച്ചമുളക് അത് ഇടാം. അതിലേക്കൊരു 4 സവാള ചെറുതായിട്ട് അരിഞ്ഞതിടാം. കുറച്ച് ഉപ്പ്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു പൊട്ടറ്റോയും ഒരു ക്യാരറ്റും, ഒരു ചെറിയൊരു ക്യാരറ്റും ഇടാം. ഇതൊരു ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പൊടികളൊക്കെ ചേർക്കാം. മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതിയാണ് ചേർത്തേക്കുന്നത്. മല്ലിപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടാം. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല പൗഡർ ഒരു 1/2 ടീസ്പൂൺ. അത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. അതിലേക്ക് ഒരു 2 തക്കാളി അരിഞ്ഞത്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇതിലേക്ക് ചേർക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഒരു തേങ്ങയിൽ നിന്നെടുത്ത 1 കപ്പ് 1/4 പാൽ. ഈ കപ്പിന് 1 കപ്പ് 1/4 പാൽ. ഇത് 2.5 കപ്പ് 2/2 പാലുണ്ട്. ഇത് കാഷ്നട്ട് എത്ര, ഇതൊരു 10 എണ്ണം ഉണ്ട്. 10 15 20 എത്രയാണെങ്കിലും എടുക്കാം. ഇത് പോപ്പി സീഡ്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 തേങ്ങാപ്പാൽ ഒഴിക്കാം. വെച്ചിട്ട് ഇനി ഇത് നന്നായിട്ട് വേകട്ടെ. ഇപ്പം നന്നായിട്ട് പറ്റി വരുന്നുണ്ട്. അതേ കാഷ്നട്ടും കസ്കസും കൂടെ അരച്ചത്. ഇനി ഓഫാക്കിയിട്ട് 1/4 പാൽ ഒഴിക്കാം. ഉപ്പ് പോരാങ്കിൽ ഇച്ചിരി കുറച്ച് ഉപ്പ് കൂടെ ചേർക്കണം. കുറച്ച് കറിവേപ്പില ഇടാം. ഇനി അടച്ചു വെച്ചാൽ അരമണിക്കൂർ ഇരിക്കട്ടെ. ഇപ്പം അരമണിക്കൂറായി വെച്ചിട്ട് ഇനി ഒന്ന് എടുത്ത് നോക്കാം.